അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ, എല്ലാ ക്ഷീണവും മാറി നല്ല ഉണർവോടുകൂടിയുള്ളൊരു ജീവിതം നമുക്ക് ലഭിക്കാൻ, നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കാൻ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഉത്തമമായ ആരോഗ്യത്തോടു കൂടിയുള്ള ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മതി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഏറ്റവും ഉത്തമമായ ആരോഗ്യമുള്ള ജീവിതമായിരുന്നു. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതമാർഗത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന സന്ദേശം അത് വലിയ ഒരു സമ്മാനമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പാനീയം, നമ്മൾ ചെയ്യുന്ന വ്യായാമം, നമ്മുടെ വിശ്രമം, നമ്മൾ ജീവിക്കുന്ന ഭാഗത്തുള്ള പരിസ്ഥിതി, ഇതിനൊക്കെയും ആശ്രയിച്ചു കൊണ്ടാണ് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ആളുകൾക്കും പല രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ്. പല ആളുകളും അവരുടെ ആരോഗ്യം അവർ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ശ്രദ്ധ പുലർത്താതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും രാത്രി സമയം വൈകി ഉറങ്ങിക്കൊണ്ടും, മാത്രമല്ല മനസ്സമാധാനം നഷ്ടപ്പെടുന്ന, ടെൻഷൻ വരുന്ന, ഡിപ്രഷൻ വരുന്ന ജീവിതം ജീവിക്കുന്നത് കൊണ്ടുമാണ് ഇന്ന് ഒരുപാട് ആളുകളുടെയും ആരോഗ്യനില വളരെ മോശമാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കേണ്ടത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ ഉത്തമമായ മാർഗം, ഉത്തമമായ ആരോഗ്യ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകാൻ, നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷവും ഉണർവും ഉണ്ടാകാൻ, നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കാൻ നമ്മൾ ദിവസവും ഉറങ്ങുന്നത് നിർബന്ധമാണ്. നമ്മൾ ദിവസവും ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ചുരുങ്ങിയത് ഉറങ്ങണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറക്കത്തിൻ്റെ രീതി ഇതായിരുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ മുത്തുനബി വേഗം കിടക്കും. പിന്നീട് എണീക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷമാണ്. അർദ്ധരാത്രിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഇബാദത്തിലും ധ്യാനത്തിലുമായി കഴിയും. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ദുആ ചെയ്യുന്നത് മുത്തുനബിയുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് വേണ്ടിയിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർദ്ധരാത്രിക്ക് ശേഷം ദുആ ചെയ്യുന്നത്, ധാരാളമായിട്ടും ചെയ്തത്. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന രീതി പറഞ്ഞു തരാം. ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു രോഗവും നിങ്ങൾക്ക് കയറി വരില്ല, ഒരു രോഗവും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് ലളിതമായ രീതിയിലായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മത്സ്യം, മാംസം, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, അരി ആഹാരവും എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേവിച്ച ഭക്ഷണം ഒരു പ്രാവശ്യം കഴിച്ചാൽ അടുത്ത സമയം ആ ഭക്ഷണം കഴിക്കില്ല. പിന്നീട് വേവിക്കാത്ത ഭക്ഷണമാണ് മുത്തുനബി കഴിച്ചിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ കഴിച്ച ഭക്ഷണം ഏതാണെന്നറിയുമോ? അത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴവും വെള്ളവുമാണ് മുത്തുനബി ധാരാളം കഴിച്ച ഭക്ഷണം. ഈത്തപ്പഴം കഴിച്ചാൽ ഉടൻ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈത്തപ്പഴം അത് നമ്മുടെ ജീവിതത്തിൽ കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഈത്തപ്പഴം കഴിച്ചാൽ ഉടൻ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം. ലളിതമായ ഭക്ഷണം മുത്തുനബി കഴിച്ചാൽ പിന്നീട് വെള്ളം കുടിക്കാറില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഴം ആദ്യം കഴിക്കും, പിന്നീടാണ് ഭക്ഷണം കഴിക്കുക.
നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം ഭക്ഷണം കഴിക്കും, പിന്നീടാണ് പഴം കഴിക്കുക. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്തത് ആദ്യം പഴവർഗ്ഗങ്ങൾ കഴിക്കും, പിന്നീടാണ് ഭക്ഷണം കഴിക്കാറ്. തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിൻ്റെ 1/3 മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. 1/3 ഭക്ഷണത്തിന് വേണ്ടിയിട്ടും 1/3 വെള്ളത്തിന് വേണ്ടിയിട്ടും 1/3 വായുവിന് വേണ്ടിയിട്ടും മാറ്റി വെക്കണമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ലഘുവായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് സംബന്ധമായിട്ടോ മറ്റ് രോഗങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരില്ല. ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുകയും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള, നല്ല ഉണർവോടു കൂടിയുള്ള, ഷുഗർ ഇല്ലാതെ, കൊളസ്ട്രോൾ ഇല്ലാതെ, പ്രഷർ ഇല്ലാതെ നല്ല ഒരു ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കുന്നതാണ്. അമിതമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ആരോഗ്യത്തിനും അത് ദോഷം ചെയ്യുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. ശുദ്ധിയുള്ള ഭക്ഷണം മാത്രമേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചിരുന്നുള്ളൂ. ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമൊക്കെ ശുദ്ധിയുള്ള ഹലാലായ ഭക്ഷണമായിരുന്നു മുത്തുനബി കഴിച്ചിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കട്ടെടുത്തതും മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്വത്ത് കൊണ്ട്, മുതൽ കൊണ്ട്, പണം കൊണ്ട് നമ്മൾ ഒരിക്കലും ഹറാമായ ഭക്ഷണം കഴിക്കരുത് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഉള്ളി നമ്മൾ കഴിക്കുന്നത് ഉത്തമമായ ഒരു ഭക്ഷണമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നമ്മൾ ഉള്ളി കഴിക്കണമെന്നാണ്. എന്നാൽ നമ്മൾ സമൂഹത്തിലേക്കോ അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴോ നമ്മൾ ഒരിക്കലും ഉള്ളി നമ്മൾ കഴിച്ചുകൊണ്ട് അവിടത്തേക്ക് പോകരുത്. ഇനി അഥവാ നിങ്ങൾ ഉള്ളി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ മിസ്ബാക്ക് ചെയ്യണം. അതായത് നല്ല പോലെ പല്ല് തേച്ച് നമ്മുടെ വായിലുള്ള ദുർഗന്ധം അകറ്റിയതിന് ശേഷം മാത്രമേ ജനങ്ങളുടെ അടുത്തേക്ക്, ആളുകളുടെ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് പള്ളിയിൽ വരുന്നവരെ തടഞ്ഞു നിർത്തണം, പള്ളിയിൽ അവരെ കയറ്റരുത് എന്ന് പള്ളി അധികൃതരോട് മുത്തുനബി ഉപദേശിച്ചിരുന്നു. നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് ശുദ്ധമായ വായു. അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ധവായു നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പരിസ്ഥിതി മലിനീകരണത്തെ പൂർണ്ണമായിട്ടും നിരോധിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മലവും മൂത്രവും മറ്റ് വേസ്റ്റുമായിട്ട് ഒരിക്കലും കൂട്ടിക്കലർത്തരുത്. നമ്മുടെ മലവും മൂത്രവും മറ്റൊരു ഭാഗത്തും അതുപോലെ തന്നെ വേസ്റ്റുകളെല്ലാം മറ്റൊരു ഭാഗത്തുമാണ് നമ്മൾ കൊണ്ടുപോയി ഇടേണ്ടത്. അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ നഖം, നമ്മുടെ മുടി, നമ്മുടെ ശരീരത്തിൽ നിന്നും വന്ന രക്തം, അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്നും വന്ന ഏതെങ്കിലും ശരീര അവയവങ്ങൾ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസമുറയിലുണ്ടാകുന്ന, മെൻസസ് സമയത്തുണ്ടാകുന്ന ആ രക്തം ക്ലീൻ ചെയ്ത പേടുകൾ, ശീലകൾ, ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ മണ്ണിൽ കുഴിച്ചു മൂടണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എല്ലാ വേസ്റ്റുകളെയും വേറിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്ന രീതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കണം, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം. ഇങ്ങനെ നല്ലൊരു മനോഹരമായ സന്ദേശത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നല്ലൊരു ആരോഗ്യ ജീവിതം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടെ ചെരുപ്പിടാതെ മണ്ണിലൂടെ നടക്കും. ഇന്ന് ചെരുപ്പിടാതെ മണ്ണിലൂടെ നടക്കുന്നവർ ആരൊക്കെയുണ്ട്? നമ്മൾ ചെരുപ്പിടാതെ മണ്ണിലൂടെ നടക്കണം. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ സ്വഹാബത്തിങ്ങൾ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, തിരുനബിയെ, ഞങ്ങൾക്ക് ക്ഷീണം വരുന്നു, ക്ഷീണം വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു.
ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ക്ഷീണം വന്നാൽ നിങ്ങൾ ഒരിക്കലും കിടന്നു പോകരുത്, നിങ്ങൾ നടക്കണം, നടത്തം അതിവേഗമാക്കണം. എത്രത്തോളം നിങ്ങൾ അതിവേഗമാക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ എല്ലാ ക്ഷീണങ്ങളും മാറിക്കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ശരീരത്തിനൊരു ഉണർവില്ലായ്മ, വലിയ ക്ഷീണം, ഒരു അലസത ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങരുത്, നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? അതിവേഗം നടക്കുക, എക്സസൈസ് ചെയ്യുക. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതുപോലെ ക്ഷീണം വരുമ്പോൾ, തളർച്ച വരുമ്പോൾ ഞാൻ അതിവേഗം നടക്കും, അല്ലെങ്കിൽ ഓടും. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണിത്. ഇത് ഞാൻ ചെയ്യുന്നതിലൂടെ എൻ്റെ എല്ലാ ക്ഷീണവും മാറും. എൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ക്ഷീണം വരുന്ന സമയത്ത്. പ്രിയപ്പെട്ടവരെ, പല ഡോക്ടർമാരും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ്, നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ, നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, പ്രഷർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മരുന്ന് കഴിക്കുകയല്ല വേണ്ടത്. മരുന്നിനേക്കാൾ നമുക്ക് ഫലം ചെയ്യുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുക. രാവിലെ എന്നും 1 മണിക്കൂറെങ്കിലും നമ്മൾ ഓടുക, അല്ലെങ്കിൽ നടക്കുക. നമ്മുടെ ഹൃദയം നല്ലതുപോലെ ഇടിക്കണം, മാത്രമല്ല നമ്മുടെ ശരീരം വിയർത്തൊലിക്കണം. ഇങ്ങനെ നിങ്ങൾ നിത്യവും ചെയ്തു നോക്കൂ, നിങ്ങളുടെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ എല്ലാം നോർമലാകും. നിങ്ങൾക്ക് നല്ല മനസ്സമാധാനമുണ്ടാകും, ശരീരത്തിന് നല്ല ഉണർവുണ്ടാകും. നല്ല ഒരു ഉണർവുള്ള ഒരു ദിവസമായിരിക്കും എല്ലാ ദിവസവും ഉണ്ടാകുക. അല്ലാതെ ക്ഷീണം മാറ്റാൻ, ഷുഗർ കുറക്കാൻ, കൊളസ്ട്രോൾ, പ്രഷർ ഇതൊക്കെയും നോർമലാക്കാൻ നിങ്ങൾ ദിവസവും മരുന്ന് കഴിക്കുകയല്ല വേണ്ടത്. മരുന്ന് കഴിക്കുന്നതിലൂടെ മറ്റ് രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ കയറി വരും. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് പല ഡോക്ടർമാരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം അവർക്ക് ചികിത്സയ്ക്ക് നിങ്ങൾ വന്നാലേ, മരുന്ന് കഴിച്ചാലേ അവർക്ക് അവരുടെ ബിസിനസ് നടക്കുകയുള്ളൂ, അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള 1400 വർഷങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന രോഗങ്ങൾ നമുക്ക് വരാതിരിക്കാൻ, നല്ല ഉണർവുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നമുക്ക് ലഭിക്കാൻ മുത്തുനബി പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ മതി. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അർദ്ധരാത്രിക്ക് ശേഷമുള്ള ധ്യാനവും ചലനാത്മകമായുള്ള പ്രാർത്ഥനയും അത് ഒരു മനുഷ്യൻ്റെ ആവേശവും ഉണർവും ഉന്മേഷവും വർദ്ധിക്കും. മാത്രമല്ല അവൻ്റെ ബുദ്ധി നല്ലതുപോലെ പ്രവർത്തിക്കാൻ അത് കാരണമാവുകയും ചെയ്യുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സന്തോഷമുള്ള വാക്കുകൾ മാത്രം നമ്മൾ പറയുക, ആരെയും വിഷമിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. ചിലപ്പോഴൊക്കെ തമാശകൾ പറഞ്ഞ്, അതായത് നാമൊക്കെ പറയുമല്ലോ കോമഡിയൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിന് ആനന്ദം കൊള്ളിപ്പിക്കുന്നത് നല്ലതാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്. അപ്പോൾ കോമഡി പറയുക, ഇടയ്ക്കൊക്കെ തമാശകൾ പറയുക, നമ്മുടെ മനസ്സിന് ആനന്ദം കൊള്ളുന്ന, മറ്റുള്ളവരെ ഗീബത്ത് നമീമത്ത് പറയാത്ത രീതിയിൽ നമ്മൾ ചില കോമഡികളൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും അതൊക്കെ നല്ല കാര്യമാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്, നല്ലതാണ് എന്നാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഭാര്യമാരോട് നല്ല സഹവാസം വേണം, അവരോട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറണം, അവരെ പരിഗണിക്കണം, അവരോടൊത്ത് യാത്ര പോകണം, തമാശകൾ പറയണം, കുശലങ്ങൾ പറയണം. ഇതൊക്കെയും ഒരു മനുഷ്യന് അവൻ്റെ ആരോഗ്യം നിലനിർത്താൻ, അവനിക്ക് സന്തോഷവും സമാധാനവും എന്നും ഉണർവും ഉണ്ടാക്കാൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇത് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുപോലെ തന്നെ മുത്തുനബി പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളോടൊത്ത്, മക്കളോടൊത്ത് സമയം ചെലവഴിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. അതുപോലെ തന്നെ വാർദ്ധക്യം വന്നവരെ, വയസ്സായവരെ നമ്മൾ ആദരിക്കണം. അവരുടെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കരുത്. നാം കാരണം അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഉറ്റി വീഴരുത്.
ഇങ്ങനെ നമ്മുടെ ഒരു സാമൂഹിക ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ വിശിഷ്ടമായ ഒരു സന്ദേശമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു തന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസവും മിസ്വാക്ക് ചെയ്യണം, അതായത് പല്ല് തേക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ലളിതവും സുന്ദരവും സുഗന്ധവുമായിട്ടുള്ള അറാക്കാണ്. ഇനി നിങ്ങൾക്ക് അറാക്ക് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പച്ചയായിട്ടുള്ള മരത്തിൻ്റെ കമ്പ് കൊണ്ട് നിങ്ങൾ പല്ല് തേക്കുക. ഇങ്ങനെ നിങ്ങൾ ദിവസവും 5 പ്രാവശ്യമോ 8 പ്രാവശ്യമോ 10 പ്രാവശ്യമോ മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക. ഇങ്ങനെ നമ്മൾ മിസ്വാക്ക് ചെയ്യുന്നത് സുന്നത്തുള്ള കാര്യമാണ്. മാത്രമല്ല അത് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. കിടന്നുറങ്ങുമ്പോഴും ഉറക്കിൽ നിന്ന് എണീൽക്കുമ്പോഴും 5 വക്ത് നിസ്കരിക്കുന്ന സമയത്ത് വുളൂ ചെയ്യുന്ന സമയത്തും മാത്രമല്ല മരിക്കുന്ന സമയത്ത് വരെ മിസ്വാക്ക് ചെയ്യുന്നത് സുന്നത്തുള്ള കാര്യമാണ് എന്ന് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുപോലെ നമ്മുടെ ശരീരം എപ്പോഴും ശുദ്ധിയാകുന്ന നമ്മുടെ മുഖവും വായും മൂക്കും നമ്മുടെ തലയും കൈയും കാലും എല്ലാം വൃത്തിയായി കഴുകുന്ന വുളൂ എന്ന ഒരു ശുചീകരണത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മൾ 5 നേരവും വുളൂ എടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ദുർഗന്ധമുണ്ടാകില്ല. എപ്പോഴും നമ്മുടെ ശരീരം ശുദ്ധിയായിരിക്കും, നല്ല വാസനയായിരിക്കും. നമ്മുടെ മുഖം കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമായിരിക്കും, സൗന്ദര്യമായിരിക്കും, ഭംഗിയായിരിക്കും, നല്ല ഈമാനുണ്ടാകും. അതാണ് വുളൂ. നമ്മൾ ദിവസവും 5 നേരം വുളൂ എടുക്കുന്നവരാണ്. വുളൂ നഷ്ടപ്പെടുന്ന മലമൂത്ര വിസർജനം, കീഴ്വായു ഇതൊക്കെയും സംഭവിച്ചാൽ നമ്മൾ വളരെ വേഗം വുളൂ എടുത്ത് ശുദ്ധിയാകണമെന്നും മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ശുദ്ധിയായിരിക്കണം. അതുപോലെ വലിയ അശുദ്ധി സംഭവിച്ചാൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ശരീരം മുഴുവനും നനച്ച് കുളിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളി നിർബന്ധമാക്കി. അതുപോലെ തന്നെ ജുമാക്ക് പോകുമ്പോൾ, നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ, ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ, മറ്റ് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ സമൂഹം കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴൊക്കെ നമ്മൾ കുളിക്കുന്നത് വലിയ പുണ്യമാണ്, സുന്നത്താണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് തങ്ങളുടെ തലമുടിയിൽ, അതുപോലെ വേഗത്തിൽ താടി, മീശ ഇങ്ങനെ സ്ഥലത്തൊക്കെ മുത്തുനബി എണ്ണ പുരട്ടാറുണ്ടായിരുന്നു. ആഴ്ചയിൽ 3 പ്രാവശ്യം നിർബന്ധമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണ പുരട്ടുമായിരുന്നു. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് കയ്യിൽ കരുതിയിരുന്നത് സുർമയും അക്തറും അതുപോലെ മിസ്വാക്ക് ചെയ്യാൻ അറാക്കുമായിരുന്നു. മാത്രമല്ല താടിയും തലയുമെല്ലാം വാരാൻ വേണ്ടിയിട്ട് ചീർപ്പും കണ്ണാടിയും കയ്യിൽ കരുതുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗന്ദര്യം എപ്പോഴും സംരക്ഷിച്ച് നോക്കുന്ന ഒരാളായിരുന്നു. തലമുടി എപ്പോഴും വാർന്നു വെക്കുമായിരുന്നു. തങ്ങളുടെ താടിയുടെ മുടി വാരാൻ വേണ്ടിയിട്ട് തങ്ങൾ പ്രത്യേകം മറ്റൊരു ചീർപ്പ് കരുതുമായിരുന്നു. നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ നല്ലതുപോലെ കാത്തു സൂക്ഷിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൗന്ദര്യവാനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരം, നമ്മുടെ സൗന്ദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് അത് ഒരു ഇബാദത്താണ്. അതിന് അല്ലാഹുവിൽ നിന്ന് നമുക്ക് കൂലി ലഭിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കണ്ണിൽ സുർമയിടുന്നത് അത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പനിനീർ വെള്ളം, ഇളനീർ കുഴമ്പ്, ചെറുതൻ ഇതൊക്കെയും നമ്മുടെ കണ്ണിൽ പുരട്ടുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ നമ്മുടെ കണ്ണിൽ പുരട്ടാൻ പറ്റിയ ഏറ്റവും നല്ല സുർമ അജ്ഞനം കൊണ്ടുണ്ടാക്കുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സുഗന്ധം ഉപയോഗിക്കണം.
കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുഗന്ധം വലിയ ഇഷ്ടമായിരുന്നു. മുത്തുനബി ഉപയോഗിച്ചിരുന്ന സുഗന്ധം അത് മൈലാഞ്ചിപ്പൂവായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന സുഗന്ധങ്ങൾ മൈലാഞ്ചിപ്പൂവ്, കൈതപ്പൂവ്, റോസാപ്പൂക്കൾ, യാസ്മീൻ പൂക്കൾ ഇങ്ങനെ തുടങ്ങിയ പ്രകൃതിദത്തമായ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സുഗന്ധമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്നത്. മുത്തുനബി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സുഗന്ധപ്പൂക്കൾ ഒരു പാത്രത്തിൽ ഇടുകയും അതിലേക്ക് എണ്ണ ഒഴിച്ച് വെക്കുകയും ചെയ്യും. എന്നിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ എണ്ണ ശരീരത്തിൽ, വസ്ത്രത്തിലൊക്കെ പുരട്ടുമായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നല്ല സുഖകരമായൊരു ജീവിതം ലഭിക്കാനാവശ്യമായ നല്ല ഉദാത്തമായ ഒരു മാതൃകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നമുക്ക് അറിയിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, എല്ലാ മതസ്ഥർക്കും അവരുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു മാതൃകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അറിയിച്ചു തന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പ്രകാരം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ ലഭിക്കും. നിങ്ങളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും. ജീവിതത്തിൽ സമാധാനമുണ്ടാകും, വിജയമുണ്ടാകും. നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല ഉണർവോടുകൂടി, എന്നും നല്ല സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, നല്ല ശുദ്ധിയോടുകൂടി എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ, ഒരു റാഹത്ത് ഉണ്ടാകണമെങ്കിൽ, ഈമാൻ ഉണ്ടാകണമെങ്കിൽ, ഇഹലോകത്തും വിജയം ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പഠിപ്പിച്ചു തന്ന ഈ മാതൃക അനുസരിച്ച് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.